മൂന്നാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് എ രാജ MLA നിർമ്മാണോദ്ഘാടനത്തിന്റെ ഭാഗമായി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മൂന്നാറിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ആശുപത്രിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി മുഖേന 63.81 കോടി രൂപ ചെലവിലാണിപ്പോൾ മൂന്നാർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിന് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടാൽ മൂന്നാർ മേഖലയിലെ ആളുകൾക്കും തൊഴിലാളികൾക്കും മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും മികച്ച ചികിത്സ ഉറപ്പു നൽകുന്നതിന് സാധിക്കും. ദേവികുളം RDO ഓഫീസ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ദേവികുളം സബ് കളക്ടർ VM ആര്യ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സുരേഷ് വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാജേശ്വരി, ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ശരണ്യ, ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ സാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ R ഈശ്വരൻ, C നെൽസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന മുത്തുകുമാർ, ദേവികുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശരത് ചന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.